നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണി പിളർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഗോദി മീഡിയകൾ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷമില്ല, പ്രതിപക്ഷം നാലുപാടും കുതറി ഓടിയിരിക്കുന്നു, ഇനി പാർലമെന്റിൽ BJP-യുടെ അശ്വമേധമായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളിമറിക്കുകയാണ്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഏകദേശം 40%-ലധികം വോട്ട് ഷെയർ നേടിയെടുക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷ ഇന്ത്യ മുന്നണി സഖ്യത്തിന് കഴിഞ്ഞു. BJP സഖ്യത്തിന് ഇവിടെ മൊത്തം വോട്ട് ഷെയറിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ, അതായത് 294 സീറ്റുകൾ എന്ന രീതിയിലേക്കാണ് NDA മൊത്തത്തിലെത്തിയത്. അവിടെ പോലും 42% വോട്ട് ഷെയർ പോലും കഷ്ടിച്ച് നേടിയെടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഈ 2% വോട്ട് ഷെയറിൻ്റെ വ്യത്യാസമാണ് BJP കൊട്ടിഘോഷിക്കുന്നത്. അതും BJPക്ക് ഒരുമിച്ച് കിട്ടിയതല്ല. BJP കൂടെ സഖ്യകക്ഷികളെ കൂട്ടിയതിൻ്റെ ഫലമായി കിട്ടിയതാണ്. ആ സഖ്യകക്ഷികളിൽ പലരും പല രീതിയിൽ അതൃപ്തരാണ്. പല മുന്നണി സമവാക്യങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. NDAയിൽ ഐക്യജനതാദളിന് സംതൃപ്തിയുണ്ടോ? ഇല്ല. ഇത്തരത്തിലാണ് സംഗതികൾ. ഇവിടെ ഇന്ത്യ മുന്നണി പിളർന്നു എന്ന് പറയുന്ന ഏത് കോണ്ടെക്സ്റ്റിലാണ്? DK ശിവകുമാറും രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു, ഇന്ത്യ മുന്നണി ഫലവത്തായ ഒരു പ്രതിപക്ഷമായി മാറില്ല. ഇന്ത്യ മുന്നണിയുടെ ആശയം എന്നത് പ്രതിപക്ഷത്തിൻ്റെ റോൾ മാത്രം വഹിക്കുക എന്നുള്ളതാണ്. എന്നാൽ അധികാരത്തിലേക്ക് തിരികെ വരണമെങ്കിൽ, ആ ഒരു ബൂസ്റ്റ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന മൂന്നാം UPA സർക്കാർ ആവിഷ്കരിക്കാൻ ജനങ്ങളിലേക്ക് വലിയ തോതിൽ വിശ്വാസപൂർവ്വം ജനങ്ങളെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് അവരുടെ നിർണായക തീരുമാനങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ നിരവധിയായ സമൂഹത്തിന് ഗുണകരമായ പദ്ധതികൾ അട്ടിമറിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിനെക്കുറിച്ച് ഗോദി മീഡിയകൾ പറയുന്നത്, തൊഴിലുറപ്പ് പദ്ധതി വഴി സാധാരണക്കാർക്ക് പണം എത്തിക്കുമെങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല, അതുകൊണ്ട് ഒരു കാർഷിക വിപ്ലവവും ഉണ്ടായിട്ടില്ല. വെറുതെ എന്തിനാണ് പണം ധൂർത്തടിക്കുന്നത്? അപ്പോൾ കേന്ദ്രം നൽകുന്ന സഹായം 40%-ലധികം വെട്ടിക്കുറച്ചു. എന്നിട്ടും അവർ പറയുന്നു ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു, പ്രതിപക്ഷം ഇപ്പോൾ ഒന്നും മിണ്ടാതായിരിക്കുന്നു. പ്രതിപക്ഷത്ത് പല പാർട്ടികൾക്കും കോൺഗ്രസിന് വിശ്വാസമില്ലാതെ ഇന്ത്യ മുന്നണി, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യ അലയൻസ് പിളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. വാസ്തവത്തിൽ UPA സജ്ജീകരിക്കാൻ സഞ്ജയ് റാവത്തും സ്റ്റാലിനും മമതാ ബാനർജിയും അഖിലേഷ് യാദവും ഒക്കെ രാഹുൽ ഗാന്ധിയോട് നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിന് നിർണായകമായ ഒരു കൂടിക്കാഴ്ച ആവശ്യമാണെന്നും ഇന്ത്യ അലയൻസ് എന്ന താൽക്കാലിക തട്ടിക്കൂട്ട് പദ്ധതി എന്നേക്കുമായി ഉപേക്ഷിച്ച് NDAക്ക് ബദലായി പരിപാടികൾ ആസൂത്രണം ചെയ്ത് എങ്ങനെയും അവരെ തള്ളിയിടുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോകണമെന്നാണ് ഈ പ്രതിപക്ഷ നേതാക്കളുടെ ആവശ്യം. അതിനെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി പൊളിഞ്ഞേ എന്ന് പറഞ്ഞ് രാജ്യരാമാനം നടന്നുകൊണ്ടിരിക്കുന്നത്.